ഇപ്പം നമ്മുടെ മയിൽപ്പീലി എന്നുള്ള കാസറ്റ് അറിയാമല്ലോ, ഒന്നും അറിയാമല്ലോ. അത് മുഴുവൻ സകല പാട്ടുകൾ ഹിറ്റാണ്. ഒരു കാസറ്റിലെ മുഴുവൻ പാട്ടുകൾ നന്നാകുക. അതേമാതിരി തന്നെ നമ്മൾ രണ്ടുപേരും ചെയ്ത രമേശ് നായരും ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയാണ്. അല്ല, PC അരവിന്ദനും ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയായിരുന്നു. അതെ, PC അല്ല ചൊവ്വലും ചെയ്തിട്ടുണ്ട്. പിന്നെ ഗണപതി പാട്ടുകള് മഗ്ന സൗണ്ടാണ് ആ കാലത്ത് നമുക്ക്. അതിൽ കരുണ ചെയ്യുവാൻ ഞാൻ പാടിയിരുന്നു, മാഷ്ക്ക് ഓർമ്മയുണ്ടോ? അത് ഭയങ്കര ഹിറ്റായിരുന്നു. നമ്മളത് വളരെ അതിന്റെ ഇടയ്ക്കൊക്കെ കുറച്ച് ട്വിസ്റ്റൊക്കെ കൊടുത്ത്. അതെ, അതൊന്ന് പാടാവോ? തീർച്ചയായിട്ടും. കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേ കൃഷ്ണ ജനമേ ജയൻ തന്നെയും ശ്രീമേൽപ്പത്തൂരിനെയും ശ്രീധനാം ചെമ്പൈ തന്നെയും തുണച്ച കാരുണ്യ സിന്ധോ കരുണ ചെയ്യുവാനെന്തു താമസം കൃഷ്ണ കഴലിണ കൈ തൊഴുന്നേ കൃഷ്ണ കൃഷ്ണ കൃഷ്ണ. ഇതെനിക്കുള്ള ശ്രുതിയല്ല, ചില കട്ടിയ. അപ്പൊ ഇതിൽ തന്നെ മറ്റേ മരതകവർണ്ണനിൻ ഗുരുവായൂരോമന കണ്ണനെ കാണാനിന്നെന്തു ഭംഗി മരതകവർണ്ണനിൻ ഗുരുവായൂരോമന കണ്ണനെ കാണാനിന്നെന്തു ഭംഗി ഒട്ടൊന്നൊരുങ്ങിയാൽ നല്ല ഭംഗി ഇനിയൊന്നുമില്ലെങ്കിലും ഭംഗി തന്നെ മരതകവർണ്ണനിൻ ഗുരുവായൂരോമന കണ്ണനെ കാണാനിന്നെന്തു ഭംഗി. നല്ല പാട്ടാണ്. ആ സുദർശനത്തിലെ എല്ലാം നല്ല പാട്ടുകളാണ്. അത് ഓർമ്മയില്ല, ഒരുപാട് നാളായില്ല. എത്രയോ ട്യൂൺ ഓർമ്മിക്കാൻ വലിയ കഷ്ടമാണ്. മാഷക്ക് പ്രത്യേകിച്ചും ആയിരക്കണക്കിന് ചെയ്തിട്ടില്ല. ആയിരക്കണക്കിന് ചെയ്തിട്ടുണ്ട്. പിന്നെ ചൊവ്വലൂർ പാട്ട് ചെയ്തിട്ടുള്ള പാട്ടുകൾക്കെല്ലാം അതിനകത്ത് വളരെ ഭക്തിയാണ്. അദ്ദേഹം ഗുരുവായൂർ തന്നെയാണല്ലോ. അതെ, അദ്ദേഹത്തിൻ്റെ ആ ഗുരുവായൂരപ്പനോടുള്ള അചഞ്ചലമായ ഭക്തി. അതെ, അതാണ് പുള്ളി ആ വരികളെല്ലാം അങ്ങനെ നിറഞ്ഞെഴുതുന്നത്. അത് മിക്കവാറും അദ്ദേഹത്തിൻ്റെ ഈ രചന മുഴുവൻ ഞങ്ങൾ നിർവഹിക്കുന്നത് ആഞ്ഞം മാധവൻ നമ്പൂരി കിടന്ന് ഉറങ്ങി അവസാനം നിര്യാതനായ ആ കട്ടില്ല. ശരി, അവിടെ വെച്ച് അവിടെയാണ് കമ്പോസിങ്. അവിടെ ഇരുന്ന് കമ്പോസ് ചെയ്യുക. ഇതിൻ്റെ ഒരു ചൈതന്യം ഉണ്ടാവും. എന്തോ അദ്ദേഹത്തിന് അതൊരു വിശ്വാസമാണ്. അവിടെ ഇരുന്ന് ചെയ്തിട്ടുള്ള ഒരുപാട് അതെല്ലാം ഹിറ്റായിട്ടുണ്ട്, അസാധ്യമായിട്ടുണ്ട്. അതോ വരികളൊക്കെ അസാധ്യമാണ്. അയ്യോ, മാഷ്ക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട മാഷ് ചെയ്തൊരു ഗാനം ഡിവോഷണൽ ഏതാണ് ഏറ്റവും അധികം ഇഷ്ടപ്പെട്ട്? ഞാനിപ്പോൾ ഒരു വാസ്തവത്തിൽ അയ്യപ്പ ഭക്തിഗാനം ചെയ്തിട്ടുണ്ട്, വളരെ പോപ്പുലറായിട്ടുണ്ട്. എൻ്റെ കണ്ടു കൊതി തീർന്നില്ലയ്യ തൊഴുതുമതിയായില്ലയ്യ കണ്ടു കൊതി തീർന്നില്ലയ്യ തൊഴുതുമതിയായില്ലയ്യ വീണ്ടും ഒരു ജന്മം മണ്ണിൽ തന്നിടുമോ എൻ്റെ ശബരിഗാന പാടുവാൻ വരമേകണേ കണ്ടു കൊതി തീർന്നില്ലയ്യ തൊഴുതുമതിയായില്ലയ്യ കണ്ടു കൊതി തീർന്നില്ലയ്യ തൊഴുതുമതിയായില്ലയ്യ വീണ്ടും ഒരു ജന്മം മണ്ണിൽ തന്നിടുമോ അന്ന് ശബരിഗാഥ പാടുവാൻ വരമേകണേ. ആരെഴുതിയത്? ഇത് എഴുതിയത് നമ്മുടെ സന്തോഷ് വർമ്മ.
വേറെ ഏതാണ് മാഷ്ക്ക് ഓർമ്മ വരുന്ന ഏതെങ്കിലും ഗാനങ്ങൾ? നമ്മുടെ ഈ വണ്ടിപ്പെരിയാറും മേടും നടപ്പാതയാക്കി എന്നൊരു പാട്ടുണ്ട്. അതെങ്ങനെയാണെന്നൊരു വണ്ടിപ്പെരിയാറിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് കോഴിക്കാനം വഴി നടന്ന് 3.5 മൈൽ ഇറങ്ങിയിട്ട് നമ്മൾ സന്നിധാനം ചൊല്ലും. അങ്ങനെ ഒരു വഴി ഉണ്ടായിരുന്നു. അപ്പോൾ ആ വഴിയെ കൂടെ പോയപ്പോഴത്തേന് അന്ന് ബിജു തിരുമേനി ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു പാട്ട് നമുക്കൊന്ന് എഴുതണമെന്ന് പറഞ്ഞു. അങ്ങനെ ആ പാട്ട് എഴുതി. അതുപോലെ 18 പടിയേറി അങ്ങനെ നിന്നും പറഞ്ഞിട്ടില്ല, അത് തമിഴിലൊക്കെ വന്നിട്ടുണ്ട്. 18 പടി കയറി തിരുമുന്നിൽ നിന്നു, അങ്ങനെ ഒരു പാട്ടുണ്ട്. അത് ഇതുപോലെ സ്വാമിയേ ശരണമെന്നൽ മനം നിറഞ്ഞു അയ്യപ്പ 18 പടിയേറി തിരുമുന്നിൽ നിന്നു. അത് വളരെ പ്രസിദ്ധ പാട്ടാണ്.